നമ്മുടെ കയ്യിലുള്ള ഇമേജ് ഫയലുകൾ എങ്ങനെ PDF ആയിട്ട് കൺവേർട്ട് ചെയ്യാമെന്നാണ് ഞാൻ ഇന്നത്തെ വീഡിയോ കാണിക്കാൻ പോകുന്നത്. ചില സൈറ്റുകളിൽ ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യുമ്പോൾ ഡോക്യുമെൻറ്റ് PDF ആയിരിക്കണമെന്നുള്ള നിബന്ധന വെക്കാറുണ്ട്. ഉദാഹരണത്തിന് പാസ്പോർട്ട് ഡീറ്റെയിൽസ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പറയുമ്പോൾ പാസ്പോർട്ടിൻ്റെ ഫസ്റ്റ് പേജും ലാസ്റ്റ് പേജും ഒരു PDF ആയിട്ട് അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. നമ്മുടെ കയ്യിലാണെങ്കിൽ പാസ്പോർട്ടിൻ്റെ ഫസ്റ്റ് പേജിൻ്റെയും ലാസ്റ്റ് പേജിൻ്റെയും ഫോട്ടോ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്ന ചെറിയൊരു ആപ്ലിക്കേഷനാണ് ഞാൻ ഈ വീഡിയോ പരിചയപ്പെടുത്തുന്നത്. ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നമുക്ക് ഏത് ഫോട്ടോസും PDF രൂപത്തിലാക്കാൻ സാധിക്കുന്നതാണ്. ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് PDF ആക്കുക മാത്രമല്ല ചെയ്യാൻ സാധിക്കുക, നമുക്ക് PDF ആക്കേണ്ട ഫയലിൽ നിന്നും ആവശ്യമില്ലാത്ത ഭാഗങ്ങൾ കട്ട് ചെയ്യാനും ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് സാധിക്കും. PDFൻ്റെ സൈസ് നമുക്ക് ആവശ്യമുള്ള രീതിയിൽ കുറക്കാനും ഈ ആപ്ലിക്കേഷൻ വഴി സാധിക്കുന്നതാണ്. ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് പാസ്പോർട്ടിൻ്റെ ഫസ്റ്റ് പേജും ലാസ്റ്റ് പേജും ഒരൊറ്റ PDF ആക്കുന്നതാണ് ഞാൻ കാണിക്കുന്നത്. വീഡിയോ കിടക്കുന്നതിന് മുമ്പായി വീഡിയോ കാണുന്ന എല്ലാ പ്രേക്ഷകരും ലൈക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ കിടക്കാം. PDF മേക്കർ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി ഞാൻ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തിരിക്കുന്നു. പ്ലേ സ്റ്റോറിൽ PDF മേക്കർ എന്ന് സെർച്ച് ചെയ്താൽ ഇമേജ് ടു PDF കൺവേർട്ടർ, JPG ടു PDF മേക്കർ എന്നുള്ള ആപ്ലിക്കേഷൻ കാണാൻ സാധിക്കും. ആപ്ലിക്കേഷൻ ലിങ്ക് ഞാൻ വീഡിയോയ്ക്ക് താഴെ നൽകിയിട്ടുണ്ട്. ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത ശേഷം ഓപ്പൺ ചെയ്യുക. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഇതുപോലെ ഇൻ്റർഫേസ് ആണ് കാണാൻ സാധിക്കുക. ഇവിടെ നമുക്ക് താഴെ സെലക്ട് ഇമേജസ് എന്ന് കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് PDF ആക്കേണ്ട ഫയലുകൾ സെലക്ട് ചെയ്യാം. അല്പസമയത്ത് നമ്മുടെ ഫോണിലുള്ള ഫോട്ടോസ് എല്ലാം വരുന്നതായി കാണാം. ഫോൾഡർ ബേസിൽ ഫോട്ടോസ് കാണാൻ വേണ്ടി ഇടതുവശത്ത് കാണുന്ന ഓൾ ഇമേജസ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് നമ്മുടെ ഫോണിലുള്ള ഫോട്ടോസ് എല്ലാം കാണാൻ സാധിക്കുന്നതാണ്. ഇതിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള ഫോൾഡർ സെലക്ട് ചെയ്ത് അതിൽ നിന്നും ഫോട്ടോ എടുക്കാനും സാധിക്കും. ഞാനിവിടെ ഒരു പാസ്പോർട്ടിൻ്റെ ഫസ്റ്റ് പേജും ലാസ്റ്റ് പേജും ഒരൊറ്റ PDF ആക്കാൻ പോവുകയാണ്. നിങ്ങൾക്ക് ഈ രീതിയിൽ ഏത് ഫയലും PDF ആക്കാൻ സാധിക്കും. ഞാനിപ്പോൾ 2 ഫയൽ മാത്രമാണ് സെലക്ട് ചെയ്യുന്നുള്ളൂ. ആവശ്യമുള്ള ഫയൽ സെലക്ട് ചെയ്തതിന് ശേഷം ഇമ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ 2 ഫോട്ടോസും ഇവിടെ വന്നിട്ടുണ്ട്. നമുക്ക് ഈ ഫോട്ടോയിൽ എന്തെങ്കിലും എഡിറ്റ് വരുത്തണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ഓപ്ഷൻസ് മുകളിൽ കാണാൻ സാധിക്കുന്നതാണ്. മുകളിൽ പെന്നിൻ്റെ ചിത്രം കാണാം. അത് ക്ലിക്ക് ചെയ്ത് നമുക്ക് ഈ ഫയലിൻ്റെ പേര് മാറ്റാൻ സാധിക്കുന്നതാണ്. ഞാൻ അതിൻ്റെ പേര് പാസ്പോർട്ട് 1 എന്നാക്കുകയാണ്. രണ്ടാമത്തെ ഫയൽ ഞാൻ അതുപോലെ പാസ്പോർട്ട് 2 എന്ന് കൊടുക്കുന്നു. ഇനി നമുക്ക് ഈ ഫോട്ടോയിൽ ആവശ്യമില്ലാത്ത ഭാഗങ്ങൾ ക്രോപ്പ് ചെയ്ത് ഒഴിവാക്കാം. അതിനുവേണ്ടി പെന്നിൻ്റെ അടുത്തായി തന്നെ മറ്റൊരു ഐക്കൺ കാണാം. അത് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ആവശ്യമുള്ള ഒരു ഭാഗം മാത്രമായി സെലക്ട് ആവുന്നതായി കാണാം. നമുക്കിത് മാറ്റം വരുത്തണമെങ്കിൽ അതിനും ഇവിടെ സാധിക്കുന്നതാണ്. അതുപോലെ ഈ ഫോട്ടോ നമുക്ക് ലെഫ്റ്റിലേക്ക് റൈറ്റിലേക്കെല്ലാം തിരിക്കാനും സാധിക്കുന്നതാണ്. അതിനായി ലെഫ്റ്റ് റൈറ്റ് എന്നുള്ള 2 ബട്ടൺ താഴെ കാണാം. നമുക്ക് ആവശ്യമുള്ള രീതിയിൽ തിരിച്ചതിന് ശേഷം നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ ആ ഫോട്ടോ വളരെ വൃത്തിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ രണ്ടാമത്തെ ഫോട്ടോയും എഡിറ്റ് ചെയ്യാം. ഇപ്പോൾ 2 ഫോട്ടോയും ഞാനിവിടെ ക്രോപ്പ് ചെയ്ത് റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ഇനി നമുക്കിവിടെ താഴെ അഡ്ജസ്റ്റ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാം. അത് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഈ ഫോട്ടോസിൻ്റെ കോൺട്രാസ്റ്റ്, ബ്രൈറ്റ്നസ്, ഡീറ്റെയിൽസ് എന്നിവയെല്ലാം കൂട്ടാനും കുറക്കാനും എല്ലാം സാധിക്കുന്നതാണ്. ഞാൻ ഇവിടെ ഒന്നും തന്നെ ചെയ്യുന്നില്ല. അതുപോലെ തന്നെ പലതരത്തിലുള്ള ഫിൽറ്റേഴ്സ് ഇവിടെ കാണാൻ സാധിക്കും. നമുക്ക് വേണമെങ്കിൽ ഇതെല്ലാം ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. ആവശ്യമെങ്കിൽ ഇതെല്ലാം ഉപയോഗിക്കാം. ശേഷം നമുക്ക് ഡൺ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ നാം ലാസ്റ്റ് സ്റ്റെപ്പിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ നമുക്ക് നാം സെലക്ട് ചെയ്ത 2 ഫയലും കാണാൻ സാധിക്കുന്നതാണ്. ഇവിടെ കാണിച്ച ഫോട്ടോയുടെ ഓർഡർ മാറ്റണമെന്നുണ്ടെങ്കിൽ മുകളിലുള്ള ഓപ്ഷൻസ് ക്ലിക്ക് ചെയ്താൽ അവിടെ നമുക്ക് മാനുവൽ സോർട്ടിംഗ് എന്ന് കാണാം. അത് ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള രൂപത്തിൽ ഇത് സോർട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ശേഷം നമുക്ക് കൺവേർട്ട് ടു PDF എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇതുപോലുള്ളൊരു കൺഫർമേഷൻ വരുന്നതാണ്. ഇവിടെ നമുക്ക് PDF ഫയൽ നെയിം എന്നുള്ളതിൽ പേര് മാറ്റി കൊടുക്കാം. അതിന് താഴെ പാസ്വേഡ്, വൈറ്റ് മാർജിൻ എന്ന 2 ഓപ്ഷൻ കാണാം. 2 ഞാൻ ഉപയോഗിക്കുന്നില്ല, വേണമെങ്കിൽ ഉപയോഗിക്കാമെന്ന് മാത്രം. അതിനുശേഷം ഇമേജ് ക്വാളിറ്റി എന്നുള്ളതിൽ ഒറിജിനൽ എന്നും ഹൈ എന്നും മീഡിയം എന്നും ലോ എന്നും കാണാം. ഞാനിവിടെ ഒറിജിനൽ തന്നെയാണ് കൊടുക്കുന്നത്. അതിനുശേഷം ഓറിയൻറ്റേഷൻ കാണാം. ഇത് പോർട്രേറ്റ് മോഡലാക്കണോ ലാൻഡ്സ്കേപ്പ് ആക്കണോ എന്ന് ചോദിക്കുന്നത്. ഞാൻ ഇവിടെ ഓട്ടോ തന്നെയാണ് കൊടുക്കുന്നത്. ശേഷം കൺവേർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഇതുപോലെ പരസ്യങ്ങളെ വരുന്നതാണ്. പരസ്യത്തിൻ്റെ സമയം കഴിഞ്ഞതിന് ശേഷം ക്ലോസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഒഴിവാക്കാം. ഇപ്പോൾ നമ്മുടെ ഫയൽ ഇപ്പോൾ PDF ആയിരിക്കുകയാണ്. ഫയൽ കാണാൻ വേണ്ടി നമുക്കിവിടെ താഴെ PDF പ്രീവ്യൂ എന്ന് കാണാം. അത് ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ ആ PDF ഫയൽ ഓപ്പൺ ചെയ്ത് വന്നിരിക്കുകയാണ്. നമുക്കിത് എഡിറ്റ് ചെയ്യണമെങ്കിൽ എഡിറ്റ് PDF എന്നുള്ള ബട്ടൺ ഇവിടെ കാണാം. ഈ ഫയലിൻ്റെ മറ്റു ഡീറ്റെയിൽസ് കാണാൻ വേണ്ടി മുകളിൽ ഓപ്ഷൻസ് ക്ലിക്ക് ചെയ്യുക. അവിടെ നമുക്ക് ഇതിൻ്റെ സൈസ് കാണാൻ സാധിക്കും. ഇത് 180 KB ആണുള്ളത്. ചില സൈറ്റുകളിലേക്ക് PDF അപ്ലോഡ് ചെയ്യുമ്പോൾ അവിടെ ചില നിബന്ധനകൾ ഉണ്ടാവാറുണ്ട്. ഫയൽ സൈസ് 1 MB കൂടാൻ പാടില്ല, 500 KB കൂടാൻ പാടില്ല, അങ്ങനെയൊക്കെ നിബന്ധന ഉണ്ടാവാറുണ്ട്. അത്തരം നിബന്ധന ഉണ്ടാവുകയാണെങ്കിൽ നമ്മുടെ ഫയൽ സൈസ് കൂടുകയും ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇമേജിൻ്റെ ക്വാളിറ്റി കുറയ്ക്കേണ്ടതായി വരും. അതിനായി എഡിറ്റ് PDF ക്ലിക്ക് ചെയ്ത് കൺവേർട്ട് ടു PDF എന്നുള്ള ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വരുന്ന ഈ പോപ്പപ്പിൽ നിന്നും ഇമേജ് ക്വാളിറ്റി എന്നുള്ളതിൽ ക്വാളിറ്റി കുറച്ച് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് PDF ഫയൽ സൈസ് കുറഞ്ഞു വരുന്നതായി കാണാം. ഇനി നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഈ PDF ഫയൽ എവിടെയാണ് കാണുക എന്ന് നോക്കാം. അതിനുവേണ്ടി ഫയലിൻ്റെ നേരെ കാണുന്ന ഓപ്ഷൻസ് ക്ലിക്ക് ചെയ്ത് ലൊക്കേഷൻ നോക്കുക. ലൊക്കേഷൻ ക്ലിക്ക് ചെയ്താൽ ഈ ഫയൽ നിൽക്കുന്ന ലൊക്കേഷൻ കാണാൻ സാധിക്കും. ഫയൽ മാനേജറിൽ ഡോക്യുമെൻറ്റ്സ് എടുത്താൽ അതിൽ ഇമേജ് ടു PDF കൺവേർട്ടർ എന്ന് കാണാം. അതിലാണ് ഈ ഫയൽ ഉള്ളത്. ഇത് കാണാൻ വേണ്ടി ഞാൻ ഫയൽ മാനേജർ ഓപ്പൺ ചെയ്യുകയാണ്.
ഫയൽ മാനേജറിൽ ഡോക്യുമെൻറ്റ്സ് എന്ന് കാണാം, അത് ക്ലിക്ക് ചെയ്യുന്നു. അവിടെ അപ്പോൾ ഇമേജ് ടു PDF കൺവേർട്ടർ എന്ന് കാണുന്നുണ്ട്, അത് ക്ലിക്ക് ചെയ്താൽ നാം ക്രിയേറ്റ് ചെയ്തിട്ടുള്ള PDF ഫയൽ കാണാൻ സാധിക്കുന്നതാണ്. നമുക്കിത് ഓപ്പൺ ചെയ്താൽ PDF-ൽ ഇത് ഓപ്പൺ ചെയ്ത് വരുന്നതായി കാണാം. ഈ രീതിയിലാണ് നമുക്ക് ആവശ്യമുള്ള ഫയലുകൾ PDF-ലേക്ക് മാറ്റുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. വീഡിയോ പ്രയോജനപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ആവശ്യക്കാർക്ക് ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. ഇതുപോലെ പ്രയോജനപ്പെടുന്ന വീഡിയോസ് തുറന്നു ലഭിക്കാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് വെക്കുക. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ ഗുഡ് ബൈ.